ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ 2 ചന്ദനത്തിരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ എല്ലാവർക്കും അറിയായിരിക്കും. അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കത്തിച്ച് വെക്കാം. സന്ധ്യാസമയത്ത് നമ്മളെല്ലാവരും ചന്ദനത്തിരിയെ കത്തിക്കാറുണ്ടല്ലോ. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് കയറി വരുന്ന കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ചിലർക്ക് പുകയൊക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ ഈ വേപ്പെണ്ണ തേച്ചിട്ട് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ പുകയുടെ ആ ഒരു സ്മെല്ല് വന്നിട്ട് അലർജിയുടെ കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. നമ്മൾ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഒരു തുണി കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഡ്രെയിനേജ് ഹോളുണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹോളിൽ നിന്ന് രാത്രി സമയത്തൊക്കെ പുറത്തേക്ക് വരുന്ന പാറ്റ, മറ്റുള്ള കീടങ്ങൾ ഒന്നും പുറത്തേക്കൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നല്ലതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കർപ്പൂരം ഇതിലേക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. ആക്കി കൊടുക്കുമ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ പെട്ടെന്ന് കേടായി പോകും. ഞാൻ അരിച്ചെടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ കർപ്പൂരത്തിൻ്റെ തരികൾ വന്നിട്ട് നമ്മുടെ ആ ഒരു സ്പ്രേ ബോട്ടിൽ ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഈച്ചയോ ഉറുമ്പോ പ്രാണിയോ ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല. അതുപോലെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പൂൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവും ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണിത്. ഗ്യാസ് സ്റ്റോവൊക്കെ തുടച്ച് വിടുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ ഈ ഉറുമ്പോ മറ്റോ ഈച്ചയോ ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ പൊടിയുപ്പ് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയുപ്പ് എടുത്തിട്ടുണ്ട് ഒരു 2 സ്പൂണ്. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സോപ്പുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന സോപ്പ് നമ്മൾ എന്തായാലും മിക്കവാറും ഇത് കളയാറാണ് മിക്കവരും ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് കളയേണ്ടത് നമുക്ക് ഈ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിടുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇത് അലുത്ത് കിട്ടും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന സോപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുതിയ സോപ്പ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഏത് സോപ്പായാലും നമുക്ക് കുഴപ്പമില്ല. ബാലൻസ് വരുന്ന സോപ്പ് നമ്മൾ വെറുതെ കളയണ്ട, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സോപ്പ് ഫുള്ള് ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വൈറ്റ് പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലൂ കളർ ചെറിയ കളറുള്ള പേസ്റ്റ് അതൊക്കെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക. റെഡ് കളർ പേസ്റ്റ് നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലുള്ള പേസ്റ്റ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ചെടുക്കണം. നമ്മുടെ ഉപ്പും ബേക്കിംഗ് സോഡയും പേസ്റ്റും എല്ലാം നമുക്ക് മിക്സായി കിട്ടും. പക്ഷേ സോപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ മെൽറ്റായി കിട്ടത്തില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്കത് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സാധനം കൂടി ചേർക്കണം. നമ്മുടെ കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഞാൻ കംഫർട്ടും കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ നമ്മുടെ ഈ മിക്സ് ഇപ്പോൾ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം കൂടി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടപ്പിന് ചെറിയ ഹോള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഇതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചരടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ അടപ്പിനാണ് ഹോൾ ഇട്ടിരിക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ സൈഡിലാണ് ഹോൾ ഇടുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാനിപ്പം ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത ബോട്ടിലായതുകൊണ്ട് അതിൻ്റെ അടപ്പിന് തന്നെയാണ് ഞാൻ നേരത്തെ ഹോൾ ഇട്ടത്. അതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ അങ്ങ് ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ചരടൊക്കെ വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ നമുക്കിത് കെട്ടി വെക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലഷ് ടാങ്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ ഫ്ലഷിലും നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂം ബ്രഷോ ഹാർപ്പിക്കോ ഒന്നും വേണ്ട, നമുക്ക് തേച്ച് കഴിയുകയൊന്നും വേണ്ട. ഈ ഒരു ബേക്കിംഗ് സോഡയും നമ്മുടെ ഉപ്പും അതുപോലെ സോപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് നമ്മുടെ ക്ലോസറ്റ് എപ്പോഴും നല്ല വൃത്തിയായി നല്ല സ്മെല്ലോട് കൂടി ഇരിക്കും കേട്ടോ. എപ്പോഴും നല്ല ഫ്രഷായിരിക്കും. നമ്മൾ ഉരച്ച് കഴുകി കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.